ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചില ഗ്രേറ്റ് പീപ്പിൾസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ചാണക്യയുടെ പേര് എന്തായാലും ഉണ്ടാകും. കാരണം അദ്ദേഹം വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പെർട്ടിക്കുലറായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ അദ്ദേഹം ഒരു എക്സ്പേർട്ട് തന്നെയായിരുന്നു. അദ്ദേഹമാണ് ചന്ദ്രഗുപ്ത രാജാവിൻ്റെ ചീഫ് അഡ്വൈസർ. അദ്ദേഹത്തിനുള്ള ഗ്രേറ്റ് നോളജ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ ചില അഡ്വൈസുകൾ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, ഡോണ്ട് അഡ്വൈസ് ടു ഫൂൾസ്. ചില ആളുകളോട് സംസാരിക്കുന്നത് തന്നെ വേസ്റ്റാണ്. കാരണം നമ്മൾ എത്ര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും അത് മനസ്സിലാക്കാൻ അവർ റെഡി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എത്ര വലിയ ജ്ഞാനിയായിരുന്നാലും ആ കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. അതിന് കാരണം നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. അത് മനസ്സിലാക്കാൻ അവർ തന്നെ വിചാരിക്കണം. നമ്മൾ കുറച്ചെങ്കിലും ട്രൈ ചെയ്താലാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനോ പഠിക്കാനോ കഴിയുകയുള്ളൂ. ഒരു മണ്ടന് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ അവരുടെ ലെവലിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ആളുകളെ അഡ്വൈസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇതുപോലുള്ള മണ്ടന്മാരെ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇവനൊരു മണ്ടനാണെന്ന് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ, എല്ലാം അറിയുന്ന ഒരു എക്സ്പേർട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അത് കേൾക്കാൻ തയ്യാറല്ലാത്തവനാണ് മണ്ടനെന്ന് ചാണക്യ പറയുന്നത്. ഇതുപോലുള്ള ആളുകളെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങൾ അവരെ കണ്ടുപിടിച്ചാലും അവരെ അഡ്വൈസ് ചെയ്യാതിരിക്കുക. നമ്പർ 2, എവരി റിലേഷൻഷിപ്പ് ഹാസ് എ സെൽഫിഷ് മോട്ടീവ്. ചാണക്യ പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ റിലേഷൻഷിപ്പിലും ഒരു സെൽഫിഷ് മോട്ടീവ് ഉണ്ട്. അത് പേഴ്സണൽ റിലേഷൻഷിപ്പിലാകാം, ഒഫീഷ്യൽ ആകാം, എമോഷണൽ ആകാം, അല്ലെങ്കിൽ ഫിസിക്കലുമാകാം. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക, നിങ്ങളെ എത്രക്ക് അവർക്ക് ആവശ്യമാണോ അത്രയ്ക്ക് അവരെയും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർക്കൊരു പ്രോബ്ലം അല്ലാത്തത് വരെ ആ റിലേഷൻഷിപ്പ് നീണ്ടു നിൽക്കും. നമ്പർ 3, സ്വീറ്റ് ടോക്സ് ക്യാൻ ഗെറ്റ് യുവർ വർക്ക് ഡൺ ഈസിലി. മറ്റുള്ളവരെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഇൻകം ഇംപ്രൂവ് ചെയ്യുന്നതിനും നിങ്ങൾ ഫേമസ് ആകുന്നതിനുമുള്ള ചാൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ചാണക്യ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ പുകഴ്ത്തി സംസാരിക്കുന്നതിലൂടെ അവർ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. അത് കാരണം നിങ്ങൾ അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മുടെയൊക്കെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മളോട് ഇതുപോലെ സ്വീറ്റ് ആയിട്ടോ പൊളൈറ്റ് ആയിട്ടോ സംസാരിച്ചിട്ടുണ്ടാകും. അവരങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവരെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് നമ്മൾ വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഏതെങ്കിലും ഇലക്ട്രീഷ്യനെയോ പ്ലംബറെയോ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും സ്വീറ്റായിട്ടും പൊളൈറ്റായിട്ടും സംസാരിച്ചാൽ നിങ്ങളുടെ വർക്ക് ഈസി ആയിട്ട് തീർക്കാൻ കഴിയും. നമ്മുടെ ചാനലിലെ ഓഡിയൻസ് എല്ലാവരും സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ് പീപ്പിൾസ് ആണ്. കാരണം യൂട്യൂബിനെ വെറും എൻ്റർടൈൻമെൻറ്റിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഓഡിയൻസിന് ഇടയിലെ നിങ്ങൾ ഇതുപോലുള്ള ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സക്സസ് അച്ചീവ് ചെയ്യാനുള്ള കറക്റ്റ് ട്രാക്ക് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ പോലെ വെറുതെ വീഡിയോ കണ്ടിട്ട് പോകാതെ അത് നിങ്ങളുടെ ലൈഫിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുമുണ്ട്. നമ്പർ 4, സ്മാർട്ട് പീപ്പിൾ ടോക്ക് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നതാണ് വേർഡ്സ് ആയിട്ട് പുറത്തു വരിക. എന്നാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യവും അതുപോലെ തന്നെ പറഞ്ഞാൽ അത് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാൻ പാടില്ലാത്തതെന്നും ആലോചിച്ചിട്ട് പറയണം. ഒരു ഭ്രാന്തനും നമുക്കും ഇടയിലുള്ള വ്യത്യാസം, അവര് മനസ്സിലുള്ള എല്ലാ കാര്യവും പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എന്താണ് ആവശ്യമുള്ളത് അത് മാത്രമാണ് പറയുക. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് പോലെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുന്നിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അർത്ഥമുള്ള കാര്യങ്ങളായിരിക്കണം. നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം. അങ്ങനെയല്ലാതെ മീനിങ് ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ നമ്മൾ സംസാരിക്കുന്നത് ആരും തന്നെ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് സിറ്റുവേഷന് യോജിച്ച പോലെ നമ്മൾ കറക്റ്റായിട്ട് സംസാരിക്കണം. നമ്പർ 5, ഷോ യുവർ സ്ട്രോങ് സെൽഫ് ഓൾവേസ്. നമ്മൾ എപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ പവർ ഉള്ളവരെയോ പൊസിഷനിലുള്ളവരെയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്നവരെയോ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ നമ്മളെ വീക്കായിട്ട് പ്രസന്റ് ചെയ്യരുത്. അവരുടെ മുന്നിൽ നമ്മൾ ഒന്നുമല്ലെന്ന് വിചാരിക്കരുത്. നമ്മൾ അവരെക്കാളും ലോവർ പൊസിഷനിലാണെങ്കിലും നമുക്കൊരു സെൽഫ് റെസ്പെക്ട് കൊടുത്തിട്ട് നമ്മൾ അവർക്ക് ഈക്വൽ ആണെന്ന് വിചാരിച്ച് നോർമലായിട്ട് സംസാരിക്കണം. നമ്മളെ വീക്കായിട്ട് പ്രസന്റ് ചെയ്താൽ അത് അവരൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് നമ്മളെ ഓവർ റൂൾ ചെയ്യും. എന്നാൽ ഒരു കാര്യം കൂടി ഓർമ്മയിൽ വെക്കുക, ഇതുപോലുള്ള പേഴ്സൺസിനെ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ പൊളൈറ്റ് ആയിരിക്കണം. റൂഡായിട്ടോ അല്ലെങ്കിൽ അഗ്രസീവായിട്ടോ ഇരുന്നാൽ നിങ്ങളെ ആയിരിക്കും അത് കൂടുതൽ ബാധിക്കുക. നമ്പർ 6, ടേൺ ഡഫ് ടു നെഗറ്റിവിറ്റി. ചാണക്യ നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരെ അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്.
നമ്മുടെ ലൈഫിൽ മുന്നോട്ട് വരാൻ വേണ്ടി മറ്റുള്ളവരോട് ഐഡിയ ചോദിക്കുമ്പോൾ 90% ആൾക്കാരും നമുക്ക് നെഗറ്റീവായിട്ടാണ് റിപ്ലൈ തരിക. അത് കേട്ടിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാതെ ഒഴിവാക്കും. അല്ലെങ്കിൽ മനസ്സറിഞ്ഞിട്ട് നമുക്ക് ആ കാര്യം ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവർ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ കാരണം ഒന്നുകിൽ അവരുടെ എക്സ്പീരിയൻസ് കാരണമാകും, അവർ ഈ കാര്യം ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുണ്ടാകും. മറ്റൊരു കാരണം ജലസി. അവരെപ്പോഴും നമ്മൾ വളരാൻ പാടില്ല എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും. ഈ കാര്യമൊക്കെ ചെയ്താൽ എങ്ങാനും നമ്മൾ വലിയ നിലയിലെത്തുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും നെഗറ്റീവായിട്ടാണ് സംസാരിക്കുക. എക്സ്പീരിയൻസ് കാരണം നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവർ അവരുടെ സിറ്റുവേഷൻ കാരണമാകാം അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അവർക്കറിയുന്ന ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാകും. അല്ലെങ്കിൽ അവരിപ്പോഴുള്ള കറന്റ് മെന്റൽ സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് തോന്നുന്നത് അത് പറഞ്ഞതാകാം. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് അവർക്കാണ് ചെയ്യാൻ കഴിയാത്തത്. നിങ്ങളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് എക്സ്പീരിയൻസിനെ എപ്പോഴും നമ്മളൊരു അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. കാരണം അവരുടെ എക്സ്പീരിയൻസ് 20 വർഷം പഴയ എക്സ്പീരിയൻസ് ആകാം. ഈ 20 വർഷത്തിൽ അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി വേറെ ചിലർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇമ്പ്രൂവ് ആകരുതെന്ന് വിചാരിച്ച് നെഗറ്റീവായിട്ട് പറയും. ഒരുപാട് ആളുകൾ നിങ്ങൾ ഇമ്പ്രൂവ് ആയാൽ അവരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് പോലെ കാണിക്കും. എന്നാൽ ശരിക്കും അവർ അത്ര ഹാപ്പി ആയിരിക്കില്ല. നിങ്ങൾ ഒരുപാട് സക്സസ്ഫുൾ പീപ്പിൾസിന്റെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിനോടൊപ്പം നെഗറ്റിവിറ്റി ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് കേട്ട് വർക്ക് ചെയ്തത് കൊണ്ടാണ് അവരൊക്കെ സക്സസ്ഫുൾ ആയത്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, 2 തവളകൾ ഒരു വലിയ കുഴിയിൽ വീണു. ആ 2 തവളകളും മുകളിലോട്ട് വരാൻ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ഓരോ സമയവും അവർ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇവര് കഷ്ടപ്പെട്ട് ട്രൈ ചെയ്യുന്നത് മുകളിൽ കുറച്ച് തവളകൾ നോക്കി നിൽക്കുന്നുണ്ട്. ഈ 2 തവളകളാണെങ്കിൽ കയറി വരാൻ ട്രൈ ചെയ്യുമ്പോൾ തെന്നി താഴെ വീണുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു. അത് കണ്ടിട്ട് മുകളിലുള്ള തവളകൾ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഇത് ഭയങ്കര ആഴമുള്ള കുഴിയാണ്, നിങ്ങൾക്ക് എന്തായാലും മുകളിലേക്ക് കയറി വരാൻ കഴിയില്ല, അവിടെ തന്നെ കിടന്നോളൂ എന്ന് നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ തവളകളുടെ വാക്ക് കേട്ടിട്ട് അതിലൊരു തവള അവർ പറയുന്നത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ച് മുകളിലേക്ക് കയറുന്നതിനുള്ള ശ്രമം ഒഴിവാക്കി. ആ തവളയുടെ ലൈഫ് ആ കുഴിയിൽ തന്നെ തീരുമെന്ന് പറഞ്ഞ് തോൽവി സമ്മതിച്ചു. എന്നാൽ രണ്ടാമത്തെ തവള വീണ്ടും വീണ്ടും അതിൽ നിന്ന് പുറത്തു വരാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. മുകളിൽ നിന്ന് തവളകൾ ട്രൈ ചെയ്യേണ്ട, അത് വേസ്റ്റ് ആണെന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു. ഒരുപാട് നേരം ട്രൈ ചെയ്തതിന് ശേഷം ആ തവളക്ക് കുഴിയിൽ നിന്ന് മുകളിലേക്ക് വരാൻ കഴിഞ്ഞു. മുകളിൽ വന്നതിന് ശേഷമാണ് ആ തവളക്ക് ചെവി കേൾക്കില്ല എന്ന് മറ്റുള്ള തവളകൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരുടെ അടുത്ത് ചെവി കേൾക്കാത്ത ആളായിട്ട് മാറണം. അപ്പോഴാണ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റീസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ കഴിയുകയുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ചാണക്യ നീതി എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ചാനലിലെ അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.